നമസ്കാരം. കോതമംഗലം നഗരസഭ ഓഫീസിലേക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ധർണ അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തിയത്. പദ്ധതി നിർവഹണത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നത് കോതമംഗലം മുനിസിപ്പാലിറ്റിയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. PR അജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KB ബാബു, PP ഉതുപ്പാൻ, ഷമീർ പനക്കൽ, ബാബു എലിയാസ്, എബി അബ്രഹാം, അഡ്വക്കേറ്റ് സിജു അബ്രഹാം, MS എൽദോസ്, പ്രിൻസ് വർക്കി, സണ്ണി വർഗീസ്, ജോർജ് വർഗീസ്, എൽദോസ് കീച്ചേരി, അനൂപ് ജോർജ്, ഭാനുമതി രാജു, ശശി കുഞ്ഞുമോൻ, ബേബി സേവിയർ, അലിക്കുഞ്ഞ്, സൈജന്റ് ചാക്കോ എന്നിവർ സംസാരിച്ചു. പ്രിയമുള്ള ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ നേതാക്കളെ, പ്രവർത്തകർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കോതമംഗലം മുനിസിപ്പൽ ഈസ്റ്റ് വെസ്റ്റ് മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മുനിസിപ്പൽ ഓഫീസിന് മുമ്പിൽ ഇതുപോലൊരു പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുന്നതിന് പിന്നിലുള്ള ചേതവികാരം കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ഈ മുനിസിപ്പൽ ഭരണം കൈയാളുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കീഴിലുള്ള കൗൺസിൽ അവര് ഈ നഗരസഭയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ജനദ്രോഹമായിരിക്കുന്ന പ്രവൃത്തികൾ കണ്ടില്ല എന്ന് വിചാരിച്ച് മാറുന്നതല്ല. ഇവർ ഇന്ന് ശരിയാക്കും, നാളെ ശരിയാക്കും എന്ന് വിചാരിച്ച് ജനം നോക്കി നിൽപ്പോ സാധാരണക്കാരായിരിക്കുന്ന ജനവിഭാഗത്തെ ബാധിക്കുന്നതായ ഒരു കാര്യങ്ങളിലും ജനകീയമായ കാഴ്ചപ്പാടില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ച് ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നിട്ട് വന്നിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ഈ കോതമംഗലം നഗരസഭ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റിയ എന്ത് വികസന പ്രവർത്തനമാണ് ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്? വോട്ട് ചോദിച്ച് ഓരോ മേഖലയിലെ 17 വാർഡ് 31 വാർഡുകളിലും ജനങ്ങളെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോയി ജയിച്ചു വന്ന ശേഷം എന്തായിരുന്നു ഇവരുടെ പ്രവൃത്തികൾ? ഈ കോതമംഗലം പോലെ ഹൈറേഞ്ചിന് കവളമായിരിക്കുന്ന കോതമംഗലം പോലെ ഒരു പട്ടണത്തില് ഇവിടെ സാധാരണക്കാർ വന്ന് ഇറങ്ങിയാൽ ഒരു ശൗചാലയത്തിൽ പോകാനുള്ള ഒരു സാഹചര്യം, പ്രാഥമിക ആവശ്യം പോലും നിർവഹിക്കാനുള്ള ഒരു സാഹചര്യം ഈ കോതമംഗലം പട്ടണത്തിലുണ്ടോ? എന്തുകൊണ്ട് ഇവര് കാര്യപ്രവർത്തനമായിട്ട് നിന്നില്ല? നമുക്കറിയാം, 10-400 ബസ്സുകൾ ഇവിടെ കയറി ഇറങ്ങി പോകുന്ന കോതമംഗലം ബസ് സ്റ്റാൻഡ്, അതുപോലെ തങ്കളം ബസ് സ്റ്റാൻഡ്, അക്കരെയുള്ള ഹൈറേഞ്ച് ബസ് സ്റ്റാൻഡ്, ഈ വിഭാഗത്തിലേക്ക് വരുന്ന ജനങ്ങൾ എത്രമാത്രം കഷ്ടപ്പെടുന്നു.